പറ്റി കാലടിക്കും ചെണ്ട് തിന്നാൻ വന്നവനെ. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? വെക്കോ അവിടുന്ന്. മൂപ്പർക്ക് തുന്നാനൊന്നും അറിയില്ല. പെണ്ണുങ്ങളൊന്നും ഇവിടെ കൊടുക്കില്ല. തലേണര പോലെയാ തുന്ന. ഓ, തലേണവർ പോലെയാ തുന്ന. ആ മമ്മദിക്ക, എത്ര നേരമായിട്ട് കാത്തിരിക്കണു. പൊന്നാനി കൊണ്ട് തുന്നിക്കാന്ന് വിചാരിച്ചാ. ഇനി പൊന്നാനിക്കൊന്നും പോകണ്ട. മൂപ്പര് കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നതാ. അസലായിട്ട് തുന്നു. ഇത് പോക്കാ. നിക്കാഹിനുള്ള കുപ്പായങ്ങളാ. അടുത്ത ആഴ്ച തന്നെ വരണം. ഓ, അളവതലുണ്ട്. എന്നാ ഞമ്മള് പോട്ടെ. അല്ല, എന്താ എന്റെ പേര്? അസീസ്. എന്താ നോണ പറഞ്ഞേ? കോഴിക്കോട്ടുണ്ടായിരുന്നൊക്കെ പബ്ലിസിറ്റി ആവട്ടെന്നും നിങ്ങൾക്ക് നിന്ന് തിരിയാ സമയം കിട്ടൂല. കല്യാണ കുപ്പായാണല്ല. ജമീലാന്റെ ആയിരിക്കുമല്ലേ? അനക്ക് കോളടിച്ചല്ല അസീസേ. എന്താ തുന്നാൻ അറിയോ? തുന്നിച്ചു നോക്കിയാൽ അറിയാ. തുന്നിച്ചു നോക്കാൻ തന്നെ വന്നത്. ഇതാ ഒരു ടെസ്റ്റ് കേസ്. ഇഷ്ടപ്പെട്ട ദേ പബ്ലിസിറ്റിയിൽ എന്നെ തോൽപ്പിക്കാനാവില്ല. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും. എന്നാ ഞമ്മടെ വീഡിയോന്റെ കൂടെ ഒന്ന്. അത് വേണ്ട. ജാമ്പവാന്റെ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടികയില്. ഒന്ന് വാരാതേച്ചി നിർത്തേ. ഓ, എന്താ ഓളുടെ നാവ്. ആരാ? ഞമ്മടെ ചായപ്പീടിയക്കാരൻ കുഞ്ഞിക്കണ്ണനാരുടെ മോളാണ്. ഓ, ഇവരൊക്കെ ജബർക്ക് രാവിലെ തന്നെ. ഇയും കൂടി വരണ പരപ്പനങ്ങാടിക്ക് പെണ്ണ് കാണാനാ? അല്ലാ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഈ വേഗം ഒന്ന് പുറപ്പെടൂ. ഞാനില്ല, പേടി തുറക്കണം. കുറെ തുണികൾ തിന്നാനുണ്ട്. അസീസേ, പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ചന്തമില്ലാത്ത ഒരുത്തരെയും കൂടി കൊണ്ടുപോകണം. എന്റെ കൂടെ എന്നെ കാണുമ്പോ ഇന്റെ ഡിമാൻഡ് കൂടും. വേണ്ട ജബർക്ക, ഇനി ഞാൻ കാരണം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങണ്ട. എന്താണ് ഈ പറഞ്ഞത്? ഇനി എന്നെ കണ്ടിട്ട് വേണ്ട, നിങ്ങളുടെ സംഗതി നടക്കട്ടെ. ഓ, എന്താ എന്റെ വിചാരം? ഞമ്മള് പോവാണ്. ഉച്ചരിഞ്ഞ് വരട്ടെ ജബർക്ക. എന്താണ്? കുന്നത്തങ്ങാടിൽ മുഴുവൻ പരിധിതല്ലേ നിങ്ങള്? അപ്പോ നിങ്ങളോട് ചോദിച്ചാൽ അറിയാലോ. എന്റെ രോഗം ഞമ്മക്ക് പൊടിയിട്ടാ. അനക്ക് എന്താണ്ടോ വേണ്ടത്? ഇവിടെയുള്ള പെമ്പിള്ളേരുടെ ലിസ്റ്റല്ലേ ഞമ്മള് തരാടോ. ഇനി പോവാത്ത ഒറ്റ സ്ഥലേ ഉള്ളൂ, മൂരിയുടെ വീട്. മൂരിയോ? എന്താ ജബർക്ക? കേരള ബമ്പറടിച്ചാല് അതൊരു ഭാഗ്യമാണെന്ന് നമ്മൾ പറയൂല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണത് അതും ഒരു ഭാഗ്യമാണെന്ന് നമ്മൾ പറയൂല. പക്ഷേ മൂരിയുടെ മോള് ആമീനാനെ നിക്കാതിരിക്കാന്ന് വെച്ചാല് എന്തേ ഇങ്ങനെ പെണ്ണ് കാണാൻ പോണത്? എങ്ങനെ? ഇന്ന് വേണ്ടെന്ന് വെക്ക്. എന്റെ റബ്ബേ, ഓരോ ദിവസം പോകുന്നതോറും വയസ്സ് കൂടിയാണ്. കുടുംബത്തിൽ പോയി കുപ്പായം മാറിയിട്ട് പോവല്ലേ? അല്ല ബഷീറേ, ഇപ്പൊ ഇവിടെയാണ്? അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ എന്താണ്? നമ്മൾ കുവൈറ്റിൽ ചെയ്യില്ലേ? കുവൈറ്റിന് വിടാന് കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാരി തുണി ഒന്നും ചെയ്യണ്ട, ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ അതൊക്കെ ജുബ്ബ അടിക്കാവേ, ജുബ്ബ. ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ കൺട്രി. ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി, അറബിയുടെ കുപ്പായോ? ജുബ്ബ കളർ കൊടുക്കണോ? അത്ര ഇതുവരെ. മതി മതി. 31. കുവൈറ്റിൽ 44 പണ്ടാരാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31.
എന്താ കഴിച്ചിട്ട് മുറുക്കളി മര്യാദക്കാണ് കൊടുക്ക്. ദാദാ, എന്റെ ഉമ്മ. ഈ പണ്ടാരത്താളെ മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പൊന്ന് ഇന്നെ പറ്റി എന്താ പറഞ്ഞല്ല. അതിനെ എന്നിട്ട് നമ്മള് പോട്ടെ, നമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ്. നമ്മള് വരട്ടെ. നമ്മൾ വരച്ചാ കൊച്ചൊക്കെ നമുക്ക് അതിനോ മൂത്താപ്പ. പണ്ട് ഞമ്മള് കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിനി. അനക്കറിയോ? കള്ള പൊന്നിയോളാ. നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിട്ടാ നിക്കാഹ് നടക്കാൻ ഞാൻ ഓരോ പറച്ചില്. ഞമ്മടെ വായാലും നാവ് നന്നല്ല കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കടീശൂനെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല ബർക്കത്തുള്ള ഒരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചു തരൂ. ഉമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. ആ ഞമ്മള് പറഞ്ഞില്ലേ ഈ നല്ല ബർക്കത്തുള്ള മോനാന്ന്. ദാ കുപ്പായത്തിന്റെ അളവ്. മോനെ ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി. ന്യൂസ് കേട്ട ബൈക്ക് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളെ നിസാങ്കാറിൽ കയറ്റി സ്പീഡില് ഫുൾ സ്പീഡില് ഓട്ടിച്ച് വരണം. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരും. മഴ പെയ്യും പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ പുകയാണ്. ഇടത്തുനിന്നും ഇടത്തുനിന്നും പല ബെൽപ്പത്ത് അതൊക്കെ വെട്ടിച്ച് 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 നമ്മൾ സൗദിന്റെ ബോർഡിലെത്തി. അതാണ് നമ്മൾ നേരെ എതിരൊരു ടാങ്കർ ഇഷ്ടം പറഞ്ഞു നമ്മൾ ബ്രേക്ക് കാരണം കേട്ടോ കൂട്ടാളി ടാങ്കറിന്റെ അവിടുന്നു ഒരാളും ഇങ്ങോട്ട് വന്നു. പറയാൻ വയ്യ മൊയ്തുക്കാ രോമ എണീച്ച് നിൽക്കണ്. ആരെന്ന് പറഞ്ഞാല് ഒരു 7 അടി ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച്. ഓ ആരാണെന്ന് ചോദിക്കുന്നായേ? ആരാണ് നിങ്ങൾ പറയും? സദ്ദാം ഹുസൈൻ. അതാണ്. എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് വേറെ ആർ ഗോയിങ്. തിരിച്ചെന്ത് പറഞ്ഞു? നമ്മളപ്പ തന്നെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പൊ സദ്ദാം ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞ ഗോ മമ്പറത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചു ഒറ്റ വിടല് വീട്ട്. മീനിപ്പം വില വളരെ കുറവാണല്ലേ? അതിന് കുറവായാലും കൂടുതലായാലും കണക്ക് അസീസിന്റെ പോവും. അല്ലേ എന്ത് നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി അതിനെ കണ്ട് കെട്ടിയോൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. ചിലക്കാട് പോയി ചാരാൻ പറയേ. പെണ്ടി തരാൻ ഈ പറയണോ ചെയ്യണോ? അല്ല മനസ്സിലായില്ല. എന്ത് തെണ്ടിത്തരം? ഓക്കെപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്, ജേക്കലാണ്. ചാവും പകലും പട്ടിയും ചെന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കേണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ? നമ്മള് കാണല്ലേ? നമ്മൾ വേറെ നിക്കാതിരിക്കാൻ പോവുക. ആലോചന വല്ലതും ഉണ്ടോ? ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാന്റെ മോള് ആമിനായാലെന്താന്നൊരു തോന്നലുണ്ട്. എടാ മഹാഭാവി, നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അതിനെന്താ? നിങ്ങളെ പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ. അല്ലേ? ഒരു 18 മനസ്സാ ഇപ്പൊ ഞമ്മക്ക്. നീങ്ങിരുന്നു. അതിന് മൂരി സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കുമെന്ന് നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കുവോ? ഒന്ന് പറഞ്ഞു പിടിച്ചേ. ഇപ്പം പൂതി പറയണല്ലേ. ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങള് ക്യൂ വെക്കൂ. അറിയാം അങ്ങോട്ട് മാറി നമ്മളൊന്നങ്ങോട്ട് പോട്ടെ. നിങ്ങളെയും വിളിക്കണേ നിൽക്കാന്. നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ കേട്ടാ. അന്യം വിളിക്കട്ടെ കേട്ടാ മാനെ. പോട്ടെ. കുഞ്ഞലവി വന്നു കേട്ട്
കാണാൻ പറ്റിയില്ല. വന്നതല്ല, നമ്മൾ രക്ഷപ്പെട്ടതാ. ആ വരി. നിങ്ങൾക്ക് ഇത്തിരി കായ് തരാനുണ്ട്. ചേടാ, അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചോ? കായിനിപ്പോ ഇത്രയും ഞെരിക്ക വിചാരിച്ച മാതിരി കച്ചവടങ്ങൾ നടക്കണില്ലല്ലേ. ഐദ്രോസ്ക, നിങ്ങക്ക് കായ് ഇനിയും വേണോ? ചോദിക്ക്. അല്ല, വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി. ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതാ. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ആമിനൊക്കെ ഒരു കുപ്പായത്തുള്ളൂ, പിന്നെ ടേപ്പ്, പിന്നെ ഇങ്ങക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണേ? സ്വിച്ചാണ്, സ്വിച്ചാണ്. ഇങ്ങോട്ട് അത് ഇപ്പഴും ഇങ്ങനെ നെറ്റി കൊടുത്താൽ മതി. കണ്ടില്ലേ? ആ ഇതാ. ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ അറിഞ്ഞട്ടെ. ഐദ്രോസ്ക, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൈസ ഇന്ന് നമ്മളെടുത്ത് വരും, നാളെ എടുത്തു വരും. അതൊരു ബിസിനസ്സാ. മനുഷ്യനാണ് വലുത്. ഇന്ന് പടച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. അസൂയക്കാര് പലതും പറയും. നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പവാണ്. അപ്പൊ നമ്മൾ വരട്ടെ. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ? അല്ല, ആ മിടുക്കി. വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തുവോ? എഴുന്നേറ്റിരിക്കണ അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊറിയുന്നല്ലത്. മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോടോ. എടാ, മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്ര അല്ലേ ഉള്ളൂ? അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീഷേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. എവിടെയാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുക പറ്റില്ലേ? നീ അത് പോയിട്ട്. എടാ, മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. നീ അത് പോയിട്ട്. 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 നീ അത് പോയിട്ട്
വേണം ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ചിന ഊർമി. ഇപ്പൊ വിട്ടത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? വിളിക്കല്ലേ? ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും അത് ആർക്കും മനസ്സിലായില്ല. അടുങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തി ഇങ്ങോട്ട് ഇത് മജീദേ മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അത്തീസ പിടിച്ചോ. എല്ലാത്തിനും തുറത്തും 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരുടെ ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കണം. ആരും പോയിരിക്കില്ല. നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ ഞങ്ങൾക്ക്. മഞ്ചേരി മജീദിന്റെ ഓല് പറഞ്ഞുണ്ട്. മജീദെ കുടിക്കും. ഇവൻ ശരിക്കും മൂടി തന്നാണ് കേട്ടോ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീഴ്ത്തിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുയർത്തി നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ട് നിന്നോ. നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ച് പിടിച്ചോനായിരിക്കും. നീ ഉറിഞ്ഞു പിടിച്ചിരിക്കുന്നേ കണ്ടാത്തന്നോ മനസ്സിലാക്കുന്ന എനക്കൊന്നും അറിയില്ലാന്ന്. ഓന്റെ ഉറുമി കണ്ട അതൊന്ന് വീശിയാ മതി. 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിന്നിപ്പോ എന്താ ചെയ്യാ? ഇക്കുവത്തിലും മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്. വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. ആ ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ഈ മൂരിക്കാനറിയോ? ചീത്താടാ മൂരി. അനക്കറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം പോയി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുബറോളെ, നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷേ. ഒന്ന് പോടാ കള്ള ചെക്കൻ. കുറെ നേരം തുടങ്ങിയിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ ഈ കേട്ടിട്ടുണ്ടോ? പറയണ പങ്കുല്ലാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേട്ടാ, ഇന്റെ ഈ മലപ്പുറം കത്തി എന്തിനാണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? വൈദേ കാണിച്ചോടാ. ചെലി സകല ഗുരു ശേഖന്മാരെ ബിസ്മില്ലാഹി. ആദ്യം അഖിലാണ്ട കടകൻ കുതിച്ചു മാറി ഇതൊരാഴ്ച നിദ്രക്കടകൻ, ഉറങ്ങുന്ന പ്രതിയോഗി, സുഷുപ്തി, ഉറക്കം, ആഞ്ഞൊന്ന് കുത്തി ആ തടുത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തടുത്ത് എടുത്ത് വീണ്ടും ഒക്കെ ഇങ്ങനെ കുട്ടിക്കേരളം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ ഈ ചിരിക്കണ്ട. എന്റെ മോളെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഇരിക്കുമല്ലോ. എന്നാ കൊന്നാണി. ഇവനാണ് എന്റെ മോളെ കെട്ടാൻ പോണേ. നിങ്ങളെല്ലാം നോക്കി രസിക്കുക. ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ നടന്നു റോട്ടിൽ വെച്ച് തല്ലി പരിച്ച ആർക്കാ ചേതം?
നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും ഒന്ന് പോവിൻ. എല്ലാവരും പോകാനല്ലോ നിങ്ങൾ ഐദുസ്കാരം കൊണ്ട് പോ. വീട്ടിൽ കൊണ്ട് മകളാണ് നല്ല മനുഷ്യൻ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനപ്പ് മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി കണ്ട പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കണേ. കേട്ടെഴുത്താണ് കേട്ടേ. മാഷോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോളോർക്കും. എന്റെ റബ്ബേ, ഒരു കുപ്പായം തിന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കച്ചറയാവുന്ന ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിള എന്റെ പരിപ്പൊന്നും ഓരെടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ 2 എണ്ണം. എന്റെ ആമനോ ഒയ്യൊന്ന് കണ്ടതാ. അന്റെ പേരാവും പീഡയ്ക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ പറഞ്ഞപ്പോ വിശ്വാസായില്ല. പച്ചെങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടെ, അരി ഉണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരി എടുത്ത ഞമ്മള് റേസം മേടിച്ചിട്ട് തരാം. ഈ എന്തിനാ പേടിക്കണ്? സന്തോഷിക്കല്ലേ വേണ്ടിയത്? എന്നോട് ഇഷ്ടമുള്ളോണ്ടല്ലേ. ആ ചെക്കന് ഇന്ന് വെച്ച ജീവന.